എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് ഉണ്ടല്ലേ. ഞാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുക കേട്ടോ. മധുരക്കിഴങ്ങ് കൊണ്ടൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. മധുരക്കിഴങ്ങ് കട്ട്ലറ്റ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് ഞാനിപ്പം പുഴുങ്ങിയെല്ലാം വെച്ചേക്കുക. ഇത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, 2 ബ്രെഡ് പൊടിച്ചത്, ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ടരിഞ്ഞത്, കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ടരിഞ്ഞത്, സവാള ചെറുതായിട്ടരിഞ്ഞത്, പെരിഞ്ജീരകം 1 സ്പൂണ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ശകലം കൂടി ഇടണം. കാരണം മഞ്ഞൾപ്പൊടി ചേർത്താണ് ഈ മധുരക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയേക്കുന്നത്. അതുകൊണ്ട് ഈ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ വറുക്കാൻ നേരത്ത് ഇട്ടാൽ മാത്രം മതി. ഇനി നമുക്കിതിൻ്റെ കൂടെ 2-3 കുരുമുളക്, കുറച്ച് ഗരം മസാല. ഇത് ഞാൻ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ, നല്ല മണമുള്ള ഗരം മസാല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഈ മധുരക്കിഴങ്ങ് ഒന്ന് ഉടച്ച് എല്ലാ സാധനങ്ങളിലൂടെ ഈ ബ്രെഡ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും മിക്സ് ചെയ്ത് ഒന്ന് പുരട്ടിയെടുക്കാം. മധുരക്കിഴങ്ങ് ഇട്ടു, നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നല്ല പെട്ടെന്നങ്ങ് ഉടയും. ഇതിന് വെച്ചൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. വെച്ച് ഉടച്ചെന്നേ ഉള്ളൂ, കൈക്കാക്കണ്ടല്ലോ. ഉടച്ച് കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. പൊടിയോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. പിന്നെ പെരിഞ്ജീരകവും 2-3 കുരുമുളകും, കാശ്മീരി മുളക് പൊടി, സവാള, ഇഞ്ചി പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനകത്ത് വേറെ സാധനങ്ങൾ ചേർക്കുന്നില്ല കേട്ടോ. മിക്സ് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, ഇതെല്ലാം നല്ലോണം ഉടച്ച് മിക്സ് ചെയ്തുകൊണ്ട് നമ്മളെ മധുരക്കിഴങ്ങ് കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദാമാവോ ഏതെങ്കിലും ചേർത്താൽ മതി. ഉള്ളത് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുക, ഷേപ്പ് ചെയ്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുത്താൽ മതി. കട്ട്ലറ്റിൻ്റെ ഏത് രീതിയിലാണോ ഇഷ്ടം ആ രീതിയിൽ നമുക്കിത് ആക്കിയെടുക്കാം. നമ്മൾ മധുരക്കിഴങ്ങിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് പുഴുങ്ങിയത്. എന്നാലും നോക്കിയിട്ടൊരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഉപ്പും കൂടെ ഇടാം. ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരു ശകലം കൂടെ ഇടാം. അതും കൂടെ ഒന്ന് വരും. ശകലം വെള്ളം ഇങ്ങനെ കൈ നനച്ചിട്ട് ഇതേ കണക്ക് നമ്മൾ കട്ട്ലറ്റ് എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഇതേപോലെ കണ്ടില്ലേ. എന്നിട്ട് ബ്രെഡിൻ്റെ പൊടിക്കകത്ത് പൊതിയണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഇതേ കണക്ക് എല്ലാം നമുക്ക് ആക്കി വയ്ക്കാം. ഞാൻ മധുരക്കിഴങ്ങ് എല്ലാം ചേർത്തതാ 3 സൈസ് ഒരു ഹാർട്ടിൻ്റെ കണക്കും, അല്ലാതെ സാധാ കട്ട്ലറ്റിൻ്റെ കണക്കും, ഇങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഇത് ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ഈ ഉണ്ടാക്കുന്നതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലേ എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. മധുരക്കിഴങ്ങ് കട്ട്ലറ്റ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ ഇതുണ്ടാക്കി മുരളിച്ചേട്ടന് ഇവിടെ കൊടുത്തപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാലും എൻ്റെ കൂട്ടുകാർക്കും കൂടി ഇതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, നമുക്കിനി പൊരിച്ചെടുക്കാം. എണ്ണയൊക്കെ തിളച്ചെടുപ്പുണ്ട്, നമുക്ക് ഓരോന്നെടുത്തിടാം.
ഇതിന് മുട്ടയൊന്നും വേണ്ട കേട്ടോ, മുട്ടയോ ഒരു സാധനങ്ങളും വേണ്ട. ഇനി ഇതിനകത്ത് നമുക്ക് തക്കാളി സോസോ സോയാ സോസോ ഒക്കെ ഒഴിച്ച് ചേർത്ത്, അല്ലെങ്കിൽ ഇച്ചിരി ചട്നിയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ലതാണ്. നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാവരും മറ്റുള്ളവർക്കൂടെ ഇട്ട് കൊടുത്ത് ഈ ചാനലൊന്ന് പ്രോത്സാഹിപ്പിക്കണം. കാരണം ഞാൻ വലിയ യൂട്യൂബ് ചാനൽ ഒന്നും ചെയ്യുന്നതല്ല, പക്ഷേ എനിക്ക് സബ്സ്ക്രൈബും വ്യൂവേഴ്സും ഒക്കെ കുറവാണ്. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. എന്തൊക്കെയാലും തുടങ്ങിപ്പോയില്ലേ, എൻ്റെ കൂട്ടുകാരും മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കണം. എനിക്ക് ചെറിയ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അവരൊക്കെ കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി കോരിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഉരുളൻകിഴങ്ങും ചെയ്യാം. നമ്മളെ കപ്പയും ഇതേ കണക്ക് പോലെ നമുക്ക് കട്ലറ്റ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കപ്പയും ചെയ്യാം, ഉരുളൻകിഴങ്ങും ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ചെറുതാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. നമ്മുടെ മധുരം കിഴങ്ങ് കട്ലറ്റ് ഇവിടെ ശരിയായിരിക്കുന്നു. കണ്ടില്ലേ, നല്ല ടേസ്റ്റ്. ഒരു ഹാർട്ടുണ്ട്, കണ്ടില്ലേ, എന്ത് രസമെന്നറിയാതാ. കണ്ട, നല്ല ടേസ്റ്റാണ് കഴിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഉരുളൻകിഴങ്ങും ചെയ്യാം. പിന്നെ നമ്മുടെ മത്തങ്ങ പുഴുങ്ങി വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കട്ലറ്റ് ഉണ്ടാക്കാം. ഞാൻ 3 ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുള്ള കണക്ക് എല്ലാവർക്കും ചെയ്ത് കഴിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവഴി എല്ലാവർക്കും നമസ്കാരം.